മനോരമ ഒരു കിടിലം പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അധികമാരും ശ്രദ്ധിച്ച് കാണില്ല എന്നാണ് കരുതുന്നത്. UDFന്റെ പൊന്നോമന ചാനലായ മനോരമ ഗണേഷ് കുമാറിനെ പിണറായിക്ക് എതിരായിട്ട് ഒരു വേല കാണിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യത്തിനെ അക്ഷരാർത്ഥത്തിൽ വളച്ചൊടിക്കുകയായിരുന്നു. നിലമ്പൂരിൽ നടന്ന LDF കൺവെൻഷനിൽ ചെഗുവേരയുടെ ചിത്രമുള്ള പതാക വീശിയതിനെ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗണേഷ് കുമാറിന്റെ ചിത്രമുള്ള ഫ്ലെക്സിനെതിരെയുള്ള വിമർശനമാക്കി മാറ്റിയിരിക്കുകയായിരുന്നു മനോരമ ന്യൂസ്. കക്ഷികളുടെ അടയാളങ്ങൾ മുന്നണിയുടേതല്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനത്തെയാണ് മനോരമ ന്യൂസ് ഗണേഷ് കുമാറിന്റെ ചിത്രമുള്ള ഫ്ലെക്സിനെതിരെയുള്ള വിമർശനം എന്നുള്ള നിലയിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. മനോരമ ന്യൂസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ഷോർട്ട് വീഡിയോയിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ തെറ്റായി ചിത്രീകരിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ മുഖ്യമന്ത്രിക്ക് നീരസം ഉണ്ടാക്കിയത് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഫ്ലെക്സ് എന്ന കുറിപ്പോടെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന വീഡിയോയിൽ ഗണേഷ് കുമാറിന്റെയും M സ്വരാജിന്റെയും ചിത്രമുള്ള ഫ്ലെക്സ് ചേർത്താണ് മനോരമ വീഡിയോ നൽകിയിരിക്കുന്നത്. ഈ പരിപാടി LDFന്റെ പരിപാടിയാണ്. അങ്ങനെയാവുമ്പോൾ LDFന്റെ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ സാധാരണയായി ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. ഓരോ കക്ഷിയും അവരുടേതായ ചില അടയാളങ്ങൾ ഉപയോഗിച്ചു എന്നും വരും. അത് കക്ഷികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, LDFന്റേതല്ല. LDFന്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലെയുള്ള പരിപാടികളിൽ ഉപയോഗിക്കാവുള്ളൂ എന്നാണ് അഭ്യർത്ഥിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറയുന്ന ഒരു വീഡിയോ ആണ് മനോരമ ആ ദൃശ്യത്തോടൊപ്പം, അതായത് ഗണേഷ് കുമാറുമായിട്ടുള്ള ദൃശ്യത്തോടൊപ്പം ചേർത്തിരിക്കുന്നത്. പിന്നാലെ ഇതിനെതിരെയായി വീഡിയോയുടെ താഴെയായി ചില വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. മറ്റൊരു വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തെ മറ്റു ദൃശ്യങ്ങൾ ഉപയോഗിച്ച് വക്രീകരിക്കുന്ന മനോരമ ന്യൂസിന്റെ ചേതോ വികാരത്തെയാണ് പലരും ചോദ്യം ചെയ്യുന്നത്. സദസ്സിൽ ആരോ ആവേശത്തോടെ ചെഗുവേരയുടെ ചിത്രമുള്ള പതാക വീശിയപ്പോഴാണ് സംസാരം നിർത്തി മുഖ്യമന്ത്രി കാണുമ്പോൾ സന്തോഷമാണ് എന്നും പക്ഷെ ഇത് LDFന്റെ കൺവെൻഷൻ ആണ് എന്നും CPMന്റേതല്ല എന്നും പ്രദർശിപ്പിക്കുന്നതെല്ലാം അനുയോജ്യമായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം നിലമ്പൂരിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ പത്രിക സമർപ്പിച്ചത് 12 പേരാണ്. CPM, കോൺഗ്രസ്, BJP, തൃണമൂൽ കോൺഗ്രസ്, SDPI, ശിവസേന, ഹിന്ദു മഹാസഭ, SJD സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 17 പത്രികകളാണ് ലഭിച്ചിരിക്കുന്നത്. അൻവർ സാദത്ത് എന്ന സ്വതന്ത്രനും പത്രിക നൽകിയിരിക്കുകയാണ്. 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും അപരനില്ല എന്നുള്ളത് പ്രത്യേകത തന്നെയാണ്.